വെള്ളാപ്പള്ളി നടേശന് തിരിച്ചടി എന്നുള്ള വാർത്തയാണ്. അതായത് SNDP യോഗം ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഹൈക്കോടതി അയോഗ്യനാക്കിയിരിക്കുന്നു വെള്ളാപ്പള്ളി നടേശനെ. എല്ലാ ബോർഡ് മെമ്പർമാരെയും കോടതി അയോഗ്യരാക്കിയിരിക്കുകയാണ്. NK ഷിജു വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷിജു, എന്താണ് സംഭവം? ഈ വിവിധ കേസുകളുമായി ബന്ധപ്പെട്ടായിരുന്നു. അതായത് ഈ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് വെള്ളാപ്പള്ളി നടേശനോ അല്ലെങ്കിൽ അതിന്റെ അംഗങ്ങൾക്കോ തുടരാൻ കഴിയില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വിവിധ കേസുകൾ, മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഹൈക്കോടതിയിൽ ഹർജി വന്നിട്ടുള്ളത്. ഹർജിയുടെ വിശദാംശങ്ങളെല്ലാം തന്നെ ലഭ്യമാകുന്നേ ഉള്ളൂ. എന്തായാലും ഹൈക്കോടതി രാവിലെ ഈ കേസ് പരിഗണിക്കുകയും ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് വെള്ളാപ്പള്ളി നടേശൻ, ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെയും ബോർഡ് അംഗങ്ങളെയും അദ്ദേഹത്തിന്റെ ഭരണസമിതിയിലുള്ള മറ്റ് ബോർഡ് അംഗങ്ങളെയും ഹൈക്കോടതി ഇപ്പോൾ അയോഗ്യരാക്കിയിട്ടുണ്ട്. അഡ്വക്കേറ്റ് ചന്ദ്രസേനൻ, അതുപോലെ MK സാനു മാസ്റ്റർ, അന്തരിച്ച MK സാനു മാസ്റ്റർ അടക്കമുള്ളവരാണ് ഹൈക്കോടതിയിൽ ഈ ഹർജിയുമായി പോയത്. അതായത് ഓഡിറ്റ് അക്കൗണ്ട് ഒന്നും തന്നെ ഹാജരാക്കുന്നില്ല, കണക്കുകളിൽ കൃത്യതയില്ല, ഇത്തരത്തിൽ ഈ SNDP യോഗവുമായി ബന്ധപ്പെട്ട അവരുടെ വരവ് ചെലവ് കണക്കുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ഈ ഹർജി. അതുപോലെ ഈ സാമ്പത്തിക തിരിമറി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഹൈക്കോടതിയിൽ എത്തിയിരുന്നു. ഇതെല്ലാം തന്നെ ഹർജി പരിഗണിച്ചു. അതിനുശേഷമാണ്, ഹർജി വിശദമായി പരിശോധിച്ച ശേഷമാണ് കണക്കുകളൊന്നും തന്നെ കൃത്യമായി സൂക്ഷിക്കാത്ത ഒരു പശ്ചാത്തലത്തിൽ വെള്ളാപ്പള്ളിയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ അയോഗ്യനാക്കുകയും ആ ബോർഡിലെ അംഗങ്ങളെയും പൂർണ്ണമായും ഹൈക്കോടതി ഇപ്പോൾ അയോഗ്യനാക്കിയിട്ടുള്ളത്. ഈ ഹർജിക്കാർ ഉൾപ്പെടെയുള്ള ആളുകളുടെ പ്രധാന ആവശ്യം തന്നെ ഇത് വെള്ളാപ്പള്ളിയും അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആളുകളും ചേർന്ന് ഈ കാര്യങ്ങളെല്ലാം തന്നെ അവരുടെ ഒരു കുടുംബ സ്വത്താക്കി മാറ്റി. ഇതിൽ കൃത്യമായി യോഗം ചേരുന്നില്ല, കണക്കുകൾ ഹാജരാക്കുന്നില്ല, ബോർഡിന്റെ മറ്റ് കാര്യങ്ങൾ ഓഡിറ്റ് ചെയ്യപ്പെടുന്നില്ല ഉൾപ്പെടെയുള്ള വിവിധ കാര്യങ്ങളുണ്ടായിരുന്നു. ഈ യോഗം ഫണ്ട് പലതരത്തിൽ ഇവര് വകമാറ്റുന്ന ഉൾപ്പെടെയുള്ള വിവിധങ്ങളായ കാര്യങ്ങളുണ്ടായിരുന്നു. എന്താ NK ഷിജു ആണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. എന്തായാലും SNDP യോഗം ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് വെള്ളാപ്പള്ളി നടേശനെ ഹൈക്കോടതി അയോഗ്യനാക്കിയിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് വരുന്നത്. വെള്ളാപ്പള്ളി നടേശൻ മാത്രമല്ല, മറ്റ് ബോർഡ് മെമ്പർമാരെയും ഒക്കെ കോടതി അയോഗ്യരാക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. നിരവധി കേസുകളുമായി ബന്ധപ്പെട്ട് കോടതിയിൽ വന്നിട്ടുള്ള ഹർജി അത് പരിഗണിക്കുമ്പോൾ പ്രൊഫസർ സാനു മാസ്റ്ററും സംരക്ഷണ സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് ചന്ദ്രസേനൻ നൽകിയ ഹർജിയിലാണ് ഇപ്പോൾ ഈ ഒരു ഉത്തരവ് എന്നുള്ളതാണ് ഷിജു വിശദീകരിച്ചുകൊണ്ടിരുന്നത്. നമുക്കറിയാം, ഏറെക്കാലമായി, ദീർഘകാലമായി SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനാണ്. SNDP യോഗത്തിന്റെ തൂണ് വെള്ളാപ്പള്ളി നടേശനാണ്. ആ വെള്ളാപ്പള്ളിയാണ് ഇപ്പോൾ അയോഗ്യനാക്കപ്പെടുന്നത് ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന്. ഷിജു, പറഞ്ഞോളൂ. ടെലിഫോൺ ലൈനിൽ ചില സാങ്കേതിക തടസ്സം അടിക്കടി നേരിടുന്നുണ്ട്. വെള്ളാപ്പള്ളി നടേശന് കനത്ത തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. അതായത് SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറിയാണ് വെള്ളാപ്പള്ളി നടേശൻ. ഒപ്പം തന്നെ SN ട്രസ്റ്റിന്റെയും ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ തന്നെയാണ്. അപ്പോൾ ആ സ്ഥാനങ്ങളൊക്കെ നീക്കപ്പെട്ടോ എന്നുള്ളത്, എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും നീക്കപ്പെട്ടോ എന്നുള്ളത് കൂടുതൽ നമുക്ക് വ്യക്തമാവേണ്ടതുണ്ട്. എന്തായാലും SNDP യോഗം ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് വെള്ളാപ്പള്ളി നടേശൻ അയോഗ്യനാക്കിയിരിക്കുന്നു ഹൈക്കോടതി എന്നുള്ള വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. ബോർഡ് മെമ്പർമാർക്കും അയോഗ്യത വന്നിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് വരുന്നത്. പ്രൊഫസർ സാനു മാസ്റ്റർ അടക്കം നൽകിയിട്ടുള്ള ഹർജി, അതായത് പല കേസുകളുമായി ബന്ധപ്പെട്ടാണ്, ഒന്നല്ല പല കേസുകളുമായി ബന്ധപ്പെട്ടുള്ള ഹർജികൾ കോടതിക്ക് മുന്നിൽ വന്നിരുന്നു. അതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെയൊരു ഉത്തരവ് വന്നിരിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശനെയും ഒപ്പം തന്നെ SNDP യോഗത്തിന്റെ ബോർഡ് മെമ്പർമാരെയും അയോഗ്യരാക്കിക്കൊണ്ടുള്ള ഹൈക്കോടതി ഉത്തരവ് വന്നിരിക്കുന്നത്. വളരെ വളരെ പ്രധാനപ്പെട്ട വാർത്ത.